Page number 12, caste-based discrimination. Listen, the word Dalit means broken. That is, discrimination has broken a particular class. The government calls them scheduled caste. In the caste system, different castes such as Brahmins, Kshatriyas, Vaishyas, and Shudras were placed on different levels. Those on the higher level considered themselves to be superior, while those on the lower levels were considered untouchables. The word Dalit means broken. Dalit ennu പറഞ്ഞാൽ എന്താണ് അർത്ഥം? Dalit means broken. That is, discrimination has broken a particular class. അതിന്റെ അർത്ഥം എന്താ? Broken എന്ന് പറഞ്ഞാല് discrimination ആണ്. Has broken a particular class. അത് particular classന്റെ ഒരു discrimination ആണ് എന്ത്? Dalit. The government calls them scheduled caste. ഈ ദളിത്തിനെ ഗവൺമെന്റ് എന്താ വിശേഷിപ്പിക്കുന്നത്? Government calls this Dalit as scheduled caste. In the caste system, different castes such as Brahmins, Kshatriyas, Vaishyas, and Shudras were placed on different levels. അതായത് നമ്മൾ പറഞ്ഞു Dalit means broken ആണ്. Broken എന്ന് പറഞ്ഞാൽ എന്താ? A particular class. Discrimination has broken a particular class. Then government calls this Dalit as scheduled caste. ഈ ഇതിനെ നമ്മൾ എന്താ? ഈ ദളിത്തിനെ ഗവൺമെന്റ് എന്താ സൂചിപ്പിക്കുന്നത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ SC അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ SC ആണോ, ST ആണോ, OBC ആണോ, ജനറൽ ആണോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇപ്പൊ ദളിത്തിനെയാണ് ഗവൺമെന്റ് എന്തായി സൂചിപ്പിക്കുന്നത്? SC എന്ന് സൂചിപ്പിക്കുന്നത്. SC മീൻസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇനി പണ്ടത്തെ കാലത്തൊക്കെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. എന്താ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാല്? ജനങ്ങളെ നാലായി, അതായത് ജനങ്ങളെ ഓരോന്നിന്റെ അടിസ്ഥാനത്തിൽ കളറിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ജാതിയുടെ അടിസ്ഥാനത്തിൽ നാലായി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാത്? ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അപ്പം കാസ്റ്റ് സിസ്റ്റത്തിലെ 4 കാസ്റ്റ് ആണ് ഇതൊക്കെ. ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാര്. എന്താ പറയാ? ബ്രാഹ്മിൺസ്. അതിനുശേഷം ആരാണ്? ക്ഷത്രിയാസ്. ക്ഷത്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷത്രിയ എന്ന് പറഞ്ഞാല് അമ്പലങ്ങളിലൊക്കെ ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ പൂജ നടത്തുന്ന ആള്. ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാര്. ദെൻ വൈശ്യാസ്. വൈശ്യാസ് എന്ന് പറഞ്ഞാൽ ആരാ? ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലെ? ദെൻ ശൂദ്രാസ്. ശൂദ്രാസ് മീൻസ് സെർവൻസ്. അപ്പം നമ്മുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ പണ്ടുള്ള കാലത്ത് കാസ്റ്റ് സിസ്റ്റം എന്ന ഒരു സമ്പ്രദായം നിലവിലിരുന്നു. അതായത് ജനങ്ങളെ അവരുടെ ജോലിയുടെ അല്ലെങ്കിൽ അവരുടെ കളറിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയത്? ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, Vaishyas and Shudras. These are the 4 categories in caste system. Okay. Yes. Then those on the higher level considered themselves to be superior, while those on the lower level were considered untouchables. അതായത് മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആരാണ്? സുപ്പീരിയർ ആണ്, മുന്നോക്കം, വലിയ വലിയ ജാതിക്കാര്. ലോവർ ലെവലിൽ നിൽക്കുന്നവരാരാണ്? അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവർ. അതായത് നമ്മൾ പറഞ്ഞ ശൂദ്രാസ് ഒക്കെ. മനസ്സിലായോ? അപ്പൊ കാസ്റ്റ് സിസ്റ്റം എന്താ? ജനങ്ങളെ തരംതിരിച്ചിരിക്കുന്നു അല്ലെ? ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയായിട്ടാ തരംതിരിച്ചിരിക്കുന്നത്? ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ഓക്കെ. യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ്, പ്ലീസ് ലിസൺ. Caste rules were rigid. They did not allow the so-called untouchables to do any other jobs. They were not allowed to enter the area where the houses of the upper caste were located. Untouchable families could not draw water from the village well or enter temples or schools. Therefore, they were discriminated against and had no rights. എന്താ പറഞ്ഞേ? കാസ്റ്റ് റൂൾ വേർ റിജിഡ്. എന്താ റിജിഡ് എന്ന് പറഞ്ഞാല് സ്ട്രിക്റ്റ് ആണ്. ജാതി സമ്പ്രദായത്തിലെ നിയമം അല്ലെങ്കിൽ ഭരണം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആയ ഒരു ഭരണമാണ് ഏതിലുണ്ടായിരുന്നത്? കാസ്റ്റ് സിസ്റ്റത്തില് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഹയർ കാസ്റ്റുകാർക്ക് ലോവർ കാസ്റ്റുകാരെ തൊടാൻ പാടില്ല. അല്ല, ഹയർ കാസ്റ്റുകാരെ ലോവർ കാസ്റ്റുകാരെ തൊടാൻ പാടില്ല അല്ലെ? പണ്ടുള്ള ആൾക്കാർ ശൂദ്രന്മാരെയൊന്നും ബ്രാഹ്മണന്മാരൊന്നും തൊടാൻ പാടില്ല. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? എന്താ? കിണറിന്ന് വെള്ളം ശൂദ്രന്മാരെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഭാഗത്ത് അടിച്ചു തെളിക്കണം. നമ്മുടെ ഗ്രാൻഡ് മദർ, അതായത് വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ
അവരോട് ചോദിച്ചാൽ അവർ ആ കഥകളൊക്കെ പറഞ്ഞുതരും. അപ്പൊ കാസ്റ്റ് സിസ്റ്റത്തിൽ 4 ജാതിക്കാരുണ്ടായിരുന്നു. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് അല്ലെ. ഇനി ഈ കാസ്റ്റ് സിസ്റ്റത്തിലെ റൂൾ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, സ്ട്രിക്റ്റ് റൂൾ ആയിരുന്നു. മാത്രല്ല അൺടച്ചബിൾസിന് എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാ ജോലികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. Untouchables to do any other jobs. They were not allowed to enter area where the houses of the upper caste were located. Upper caste people നിൽക്കുന്ന സ്ഥലങ്ങളില് ആർക്ക് പോകാൻ പാടില്ല, ലോവർ കാസ്റ്റ് പീപ്പിളിന് പോകാൻ പാടില്ല. അതായത് ബ്രാഹ്മണരോ ക്ഷത്രിയരോ താമസിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ വീടിന്റെ അടുത്തേക്ക് ലോവർ കാസ്റ്റ് പീപ്പിളിന് പോകാൻ പാടില്ല. അത് സ്ട്രിക്റ്റ് ആയ ഒരു ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയ റൂൾ ആണത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് അതിൻ്റെതായ പണിഷ്മെന്റ് കൊടുക്കും. ഈ മേൽജാതിക്കാർ അതിൻ്റെതായ പണിഷ്മെന്റ് കൊടുക്കും. ജോയൽ, റെജിനോൾ, നിജാദ്, ഹെവൻ, ജീവ, പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. യെസ്. ദെൻ അങ്ങനെ അപ്പർ കാസ്റ്റ് പീപ്പിൾ എവിടെയാണോ സെറ്റിൽ ആയിരിക്കുന്നത് അവിടെ ലോവർ കാസ്റ്റ് ജനങ്ങൾക്ക് പോകാൻ പാടില്ല. മാത്രമല്ല ഒരു കിണറിൽ ഒരു പൊതുവായ ഒരു കോമൺ വെൽ, ഒരു വില്ലേജ് വെൽ ഉണ്ടെങ്കിൽ, കിണറുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ലോവർ കാസ്റ്റ് പീപ്പിളിന് വെള്ളം എടുക്കാൻ പാടില്ല. വലിയ മുൻജാതിക്കാരുടെ അടുത്ത് ഇങ്ങോട്ട് പോകാൻ പാടില്ല, അവര് വെള്ളം എടുക്കുന്ന കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം പണ്ട് ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ അത്? ഇല്ല. ഇനി ദിസ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ റോബ്ഡ് ദം ഓഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു ഡിസ്ക്രിമിനേഷനെ, ഈ ഒരു എന്താ പറയാ തരംതിരിവിനെ എന്താ കളയണം അല്ലെ. അത് അവരുടെ തന്നെ റെസ്പെക്റ്റിനെ അല്ലെങ്കിൽ ഡിഗ്നിറ്റിനെ ബാധിക്കും. അവർക്കൊരു സങ്കടം ഉണ്ടാവില്ലേ അല്ലെ? അങ്ങനെ നമ്മൾ എന്താ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? യെസ്, നിജാദെ എന്താ മോനെ? നിജാദെ പറഞ്ഞോടാ. കേൾക്കുന്നില്ല മോനെ? എന്താ നിജാദെ എന്താ പറഞ്ഞ മോനെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ നിജാദെ. ക്ലിയർ ആയില്ല. ഓക്കെ യു ക്യാൻ സ്വിച്ച് ഓൺ യുവർ ക്യാമറ, നോ പ്രോബ്ലം. നിജാദ് മാത്രം, നിജാദിന് എന്തോ പ്രോബ്ലം ഉണ്ടാവുകൊണ്ട് നിജാദ് ക്യാമറ ഓഫ് ആക്കിയാണ്. അതുകൊണ്ട് ആരും ചെയ്യണ്ട വേറെ. യെസ്, ഹെവൻ എന്താ? പേജ് നമ്പർ 12. കഴിഞ്ഞ ദിവസം ക്ലാസ് എവിടെ എടുത്ത് നിർത്തിയെന്ന് ഹെവൻ ഓർമ്മയില്ലേ ഹെവനെ? ഇനി എല്ലാ ഓക്കെ 12 ആണ് കേട്ടോ പേജ് നമ്പർ. ദിസ് വൺ കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ കാസ്റ്റ് സിസ്റ്റം പറഞ്ഞു. നെക്സ്റ്റ് വൺ, ഫൈറ്റിംഗ് ഫോർ ഇക്വാലിറ്റി. ഫൈറ്റിംഗ് ഫോർ ഇക്വാലിറ്റി. ലിസൺ, ഡ്യൂറിംഗ് ദി ഫ്രീഡം സ്ട്രഗിൾ ദളിത് women, tribals and farmers fought not only for freedom from foreign rulers but also for dignity and equality. For example, women wanted to be educated just like the men. Dalit fought for the right to enter temples, and farmers and tribals wanted to be free of the control of moneylenders who charged high rates of interest. അതായത് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം നിലവിലുന്ന സമയത്ത് ദളിതന്മാർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല. ഈ മുൻ ജാതിക്കാർക്കും അപ്പർ കാസ്റ്റ് പീപ്പിളിന് മാത്രമേ എവിടെ പോകാൻ പാടുള്ളൂ, അമ്പലങ്ങളിൽ പോകാൻ പാടുള്ളൂ, കോമൺ ആയ വെല്ലിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദി ഫ്രീഡം സ്ട്രഗിൾ, അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ദളിത് വിമൻ, ട്രൈബൽസ് ആൻഡ് ഫാമേഴ്സ് ഫോട്ട് നോട്ട് ഓൺലി ഫോർ ഫ്രീഡം ഫ്രം ഫോറിൻ റൂളേഴ്സ് ബട്ട് ഓൾസോ ഫോർ ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി. അതായത് ഫ്രീഡം സ്ട്രഗിളിന്റെ കാലത്ത് നമുക്കറിയാം അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ബാറ്റിൽ ഉണ്ടായിരുന്നത്, സ്ട്രഗിൾ ഉണ്ടായിരുന്നത്? ഫ്രീഡത്തിന് വേണ്ടിയായിരുന്നു. അത് മാത്രല്ല, ഫ്രീഡത്തിന് വേണ്ടി മാത്രമല്ല അന്നവര് സ്ട്രഗിൾ ചെയ്ത് എന്തിനു കൂടിയായിരുന്നു? ഫോർ ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി. അവർക്ക് എന്ത് വേണം? ഫോറിൻ റൂളേഴ്സിൽ നിന്ന് ഫ്രീഡം മാത്രം പോരാ, എന്ത് വേണം? അവർക്ക് ഡിഗ്നിറ്റി വേണം. അവരുടേതായ ഡിഗ്നിറ്റിയും അവരുടേതായ ഇക്വാലിറ്റിയും വേണമെന്ന ഒരു ആവശ്യം കൂടെ ഫ്രീഡം സ്ട്രഗിളിന്റെ ടൈമിൽ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അതിന് ഉദാഹരണം എന്താ? വിമൻ വാണ്ടഡ് ടു ബി എഡ്യൂക്കേറ്റഡ്. സ്ത്രീകൾക്ക് എന്ത് വേണം? എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസം വേണം. ആരെ പോലെ? ജെൻസിനെ അല്ലെങ്കിൽ മെന്നിനെ പോലെ, ആണുങ്ങളെ പോലെ വിദ്യ അഭ്യസിക്കാനുള്ള അവസരം ആർക്കു കൂടെ വേണം? ലേഡീസിനും കൂടെ വേണം. അതാണ് ഒന്ന്. പിന്നെ ദളിതിന് എന്താ വേണ്ടത്? ദളിത് എന്താ ആവശ്യം ഉന്നയിച്ചത്? ദളിത് ഫോട്ട് ഫോർ ദ റൈറ്റ് ടു എൻറ്റർ ടെമ്പിൾസ്. അതായത് അപ്പർ കാസ്റ്റ് പീപ്പിള് അമ്പലങ്ങളിൽ പ്രവേശിക്കുന്നത് പോലെ തന്നെ
ആർക്കും അമ്പലങ്ങളിൽ പ്രവേശിക്കണം, ദളിതന്മാർക്കും അമ്പലങ്ങളിൽ പ്രവേശിക്കണം. അപ്പൊ അതിനുവേണ്ടി അവര് ഫൈറ്റ് ചെയ്തു. ദളിത് ഫൈറ്റ് ഫോർ ടു എൻറ്റർ ദ ടെമ്പിൾ ആസ് upper caste people or like the upper caste people. Then women fighted for education like the men. അതായത് ആണുങ്ങളെ പോലെ വിദ്യാഭ്യാസം സമ്പാദിക്കാനുള്ള അവകാശം പെണ്ണുങ്ങൾക്ക് വേണം. അതുപോലെ അപ്പർ കാസ്റ്റ് പീപ്പിള് അമ്പലങ്ങളിലൊക്കെ പ്രവേശിക്കുന്നത് പോലെ പ്രവേശിക്കാൻ ദളിതന്മാർക്ക് അവകാശം വേണം. ഫാർമേഴ്സ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയത്? ഫാർമേഴ്സ് ആൻഡ് ട്രൈബൽസ് വാണ്ടഡ്. അവർക്ക് എന്താ വേണ്ടത്? ഫ്രീ ഓഫ് ദ കൺട്രോൾ ഓഫ് മണി ലെൻഡേഴ്സ്. ഭൂമി കൊടുക്കുന്നില്ലേ, അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി കൊടുക്കുന്നില്ലേ ആൾക്കാര്, പ്രഭുക്കന്മാര് അവർക്ക് ഭൂമി കൃഷി ചെയ്യാൻ കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് വാങ്ങിക്കും? അവര് വലിയൊരു ചാർജ് ഈടാക്കും. മനസ്സിലായോ? അതായത് ശൂദ്രന്മാരോട് പറയും നിങ്ങൾ കൃഷി ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷെ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? അതിനുള്ള ചാർജ്, വലിയൊരു എമൗണ്ട് അവരിൽ നിന്ന് പേ ചെയ്യും. അതിൽ നിന്ന് അവർക്ക് എന്ത് വേണം? ഒരു ഫ്രീഡം വേണം. അതായിരുന്നു ഫാർമേഴ്സിന്റെ അല്ലെങ്കിൽ ട്രൈബൽസിന്റെ ആവശ്യം. അപ്പം ഡ്യൂറിംഗ് ദി ഫ്രീഡം സ്ട്രഗിൾ പീപ്പിൾ wanted not only for freedom but also they need എന്ത് വേണം? dignity and equality. Women wanted education like the men, and Dalit wanted to enter the temple like upper caste people. Then farmers and tribals wanted free from the land lenders, money lenders. മണി കൊടുക്കും, മണി കൊടുക്കുന്ന ആൾക്കാർ പണം കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? പലിശ ഈടാക്കും അല്ലെ? ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും? പണം കൊടുക്കും. പണം വായ്പയായി കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരുപാട് എമൗണ്ട് തിരിച്ചെടുക്കും. പലിശ കൊടുക്കുന്നില്ലേ? ആ സമ്പ്രദായം തന്നെ. അപ്പൊ അതിൽ നിന്ന് മണി ലെൻഡേഴ്സിന്റെ നിന്ന് പലിശ ഈടാക്കണം. ഇതൊക്കെയായിരുന്നു അവരുടെയൊക്കെ ആവശ്യം. നെക്സ്റ്റ് പാരഗ്രാഫ്. The Constitution of India, which contains all laws, rules and regulations of the land. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടന വന്നപ്പോ എന്ത് സംഭവിച്ചു? എന്തൊക്കെ ഭരണഘടനയിൽ വന്നത് നോക്ക്. gives equal right to both women and men and does not allow any discrimination on grounds of religion, race, caste, sex or place of birth. അത് നമ്മുടെ ഭരണഘടനയുടെ ആരാ കൊണ്ടുവന്ന മക്കളെ? കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന ആരാ? BR അംബേദ്കർ. ആരാ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നയാള്? BR അംബേദ്കർ. അംബേദ്കർ ഭരണഘടനയുടെ ശില്പിയാണ് അംബേദ്കർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷം അതിൽ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. എന്ത് പാടില്ല? there is no discrimination between gents and ladies. അതായത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം പാടില്ല സെക്സിൽ അല്ലേ? പിന്നെ എന്ത് പാടില്ല? there is no caste system. എന്ത് പാടില്ല? ജാതി വ്യവസ്ഥ പാടില്ല. there is no റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയൻ പാടില്ല എന്നല്ല, ഒരു ഡിഫറൻസ് പാടില്ല. ജാതിക്കാർ തമ്മിൽ ഒരു ഡിഫറൻസ് പാടില്ല. റേസ് തമ്മിൽ ഒരു ഡിഫറൻസ് പാടില്ല. അങ്ങനെയുള്ള ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ഓൾ പീപ്പിൾ ആർ ഈക്വൽ. അത് ജെൻസ് ആയാലും ലേഡീസ് ആയാലും എഡ്യൂക്കേഷൻ നേടാം, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. അങ്ങനെ എന്തിലും ഒന്നും പാടില്ല. there is no discrimination between races, caste, religion, men, sex, etc. Second point gives power to the state to favor disadvantaged group. The disadvantaged ഗ്രൂപ്പിന് എന്ത് കൊടുക്കണം? ഒരു ഫേവർ കൊടുക്കണം. അതായത് എന്താ നമ്മൾ പറയാറില്ല, കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ ഒരു പരിഗണന. അവിടെ പോയാലില്ലേ, സീറ്റിൽ പോയാലേ അമ്മയും കുഞ്ഞും, വികലാംഗൻ എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? മദർ ആൻഡ് ചൈൽഡ്, പിന്നെ എന്താ ഹാൻഡിക്യാപ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ഉണ്ടോ മക്കളെ? ആരും ഒന്നും മിണ്ടുന്നില്ല. ജസ്റ്റസ് ഒക്കെ ഇങ്ങനെ താടി കുത്തിയിരിക്കാം. താടിക്കൊക്കെ നേരെ ഇരുന്നേ. യെസ്, അങ്ങനെ കാണാറുണ്ട് നിങ്ങള്? ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറില്ലേ? യെസ്, അതാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ഗിവ്സ് പവർ ടു ദ സ്റ്റേറ്റ് ടു ഫേവർ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്. അതായത് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിന് ഒരു കൺസിഡറേഷൻ. വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു കൺസിഡറേഷൻ. അതുപോലെയോ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദാറ്റ് ഈസ് ദളിത്, അവർക്കൊരു പരിഗണന. ഷെഡ്യൂൾഡ് ട്രൈബ്സിന്, അതുപോലെയോ ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾ, വികലാംഗന്മാർക്കൊക്കെ ഒരു പരിഗണന ഇന്ത്യയില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? there is no discrimination between religion, caste, races, sex, etc. അതൊന്നും പാടില്ല. പിന്നെ അതുപോലെ പരിഗണന കൊടുത്തിട്ടുണ്ടാർക്ക്? വിമൻ ആൻഡ് ചിൽഡ്രൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, then handicapped people. Okay? Yes. Then next paragraph, the constitution says that it shall be the duty of the state to protect the weaker and backward sections from social justice. Seats are reserved for SCs and STs
in the legislatures and educational institutions. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് it shall be the duty of the state. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. എന്തിനെ? to protect the weaker section. അതായത് വീക്കർ ആയി നിൽക്കുന്ന, അതായത് SC ST-നെയും സ്ത്രീകളെയും കുട്ടികളൊക്കെ പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ആരുടെ ആവശ്യ? സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഒരു പരിഗണന കൊടുക്കണം. പക്ഷെ എന്ത് പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. മനസ്സിലായോ? പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെയോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന ആരായിരുന്നു? ഭരണഘടനയിലെ ശില്പി ആരായിരുന്നു? BR അംബേദ്കർ. ഓക്കെ, അത് ഏത് വർഷമാണെന്ന് കണ്ടുപിടിച്ചോ കേട്ടോ. പറഞ്ഞു തരണോ? വേണ്ടല്ലോ, അത് നാളത്തേക്ക് കണ്ടുപിടിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുക, അതിന്റെ ഭരണഘടനാ ശില്പി ആരാണെന്നും അത് എപ്പോഴാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ജസ്റ്റിസ് ക്യാമറ ഓഫ് ചെയ്തു. ജസ്റ്റിസെ ക്യാമറ ഓൺ ചെയ്ത മോനെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ നൗ. നോ ഡൗട്ട്. I think you have understood everything. Isn't it? Yes. Can I take the next one? Part 3, fundamental rights. Are you ready for that? Edukate. Yes. Next one, fundamental rights. മക്കളെ നമുക്ക് ഇതൊന്ന് തീർക്കണം. അതുകൊണ്ട് സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ലല്ലോ. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിൽ കാര്യമായി ഒന്നും ഞാൻ പറയുന്നില്ല, ടെക്സ്റ്റ് വായിക്കുന്നില്ല. ഇതിൽ മെയിനായി വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് വിച്ച് ആർ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അതുപോലെ നമുക്ക് കുറച്ച് റൈറ്റ്സും ഉണ്ട്. അത് എന്തൊക്കെയാ? ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക, അതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ, ആ ടെക്സ്റ്റ്. ഇനി എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ടെക്സ്റ്റ് അവിടെ വിട്ടേ, ടെക്സ്റ്റ് നോക്കണ്ട, എന്നിൽ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്തൊക്കെയാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളാണ്. നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് കുറെ അവകാശങ്ങളുണ്ട് നമുക്ക്, ഇല്ലേ? ഇനി ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമുക്ക് ചെയ്യാനുള്ളതാണ്, അല്ലേ? അല്ലേ? അവകാശങ്ങളും ചുമതലകളുമാണ്. റൈറ്റ്സ് മീൻസ് അവകാശങ്ങൾ, ഡ്യൂട്ടി മീൻസ് ചുമതലകൾ. നമുക്ക് കുറെ അവകാശങ്ങളുണ്ട്, നമുക്ക് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് കിട്ടേണ്ട കുറെ അവകാശങ്ങളുണ്ട്, അതുപോലെ നമ്മൾ ചെയ്യേണ്ട കുറെ ചുമതലകളും ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. പാരന്റ്സിനെ സംരക്ഷിക്കുക എന്നുള്ള ആരുടെ ഡ്യൂട്ടിയാ? മക്കളുടെ ഡ്യൂട്ടിയാണ്, അല്ലേ? അല്ലേ? അങ്ങനെയുള്ള കുറെ ഡ്യൂട്ടീസ് നമുക്കുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ട റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാന്ന് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. ഒന്നാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫസ്റ്റ് വൺ. ക്ലാസ് വർക്കിൽ എഴുതിയാൽ മതി. ആതിര ക്ലാസ് വർക്കിൽ എഴുതിക്കോ, ഇല്ലെങ്കിൽ ആ ടെക്സ്റ്റിന്റെ സൈഡിലൂടെ എഴുതിയാലും മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി പെൻസിലും കൊണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫസ്റ്റ് വൺ, ദ റൈറ്റ് ടു ഇക്വാലിറ്റി. ദ റൈറ്റ് ടു ഇക്വാലിറ്റി. Fundamental rights, the right to equality. The right to equality. Fundamental rights. Fundamental rights. First one, right to equality. Right to equality. RIGHT. Right to equality. അതായത് all people are equal before law. അതായത് പാർഷ്യാലിറ്റി പാടില്ല, എല്ലാവരും ഒരുപോലെയാണ്. Right to equality. Second one, right to equality. Second one, right to freedom. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. Right to freedom. Right to freedom.
Right to freedom. Third one, right against exploitation. Against വേണം കേട്ടോ. അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? ചൂഷണം ചെയ്യാൻ പാടില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ എക്സ്പ്ലോയിറ്റേഷന് എതിരെയുള്ള അവകാശം. എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ പാടില്ലാരും. എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല എന്നുള്ള അവകാശം എഴുതിക്കോ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് against, AGAINST, against exploitation. Right against exploitation. Right against exploitation. ഇനി നമുക്ക് നമ്മുടെ മതം സ്വീകരിക്കാൻ നമുക്കറിയാം. ഹിന്ദുവായ ഒരാള് കുറെ നാൾ കഴിയുമ്പോൾ തോന്നുകയാണ് നമുക്ക് എന്ത് മാറണം, ഒന്ന് ക്രിസ്ത്യാനി ആയേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മതം മാറാം. ഹിന്ദു മാറി എന്താവാം, ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കാം. ഇനി ക്രിസ്ത്യനായ ഒരു വ്യക്തിക്ക് കുറെ നാൾ കഴിയുമ്പോൾ തോന്നാൻ എനിക്ക് മുസ്ലിം മതമാണ് ബെറ്റർ, മുസ്ലിമിലേക്ക് പോയേക്കാം. ഓക്കെ, നോ പ്രോബ്ലം, യു ക്യാൻ ഗോ. അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ മതം ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനും നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുമുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. Right to freedom of religion. ഇനി പിന്നെന്തുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അല്ലെ? നമുക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എഴുതിക്കോ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറൽ ആൻഡ് educational right. Cultural and educational right. അതായത് വിദ്യാഭ്യാസവും സാംസ്കാരികവും വിദ്യാഭ്യാസവുപരമായ അവകാശം. പിന്നെയോ നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടിക്കുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. അച്ഛനും അമ്മയ്ക്കും സ്വത്തുണ്ടെങ്കിൽ അത് ആർക്കാ കാലക്രമേണ കിട്ടണ്ടേ? ആർക്കാ കിട്ടേണ്ടത്? മക്കൾക്ക് കിട്ടണം അല്ലേ? അച്ഛനുള്ള സ്വത്ത് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്തിന് ആർക്കാ എപ്പോഴും അവകാശം? മക്കൾക്കാണ് അവകാശം. അപ്പൊ സ്വത്തിന് വേണ്ടിയുള്ള അവകാശം എഴുതിക്കോ. റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി. Next one, last one, right to constitutional remedies. Right to constitutional remedies. കോൺസ്റ്റിറ്റ്യൂഷൻ പരമായ അവകാശം അല്ലെ? ഭരണഘടനാപരമായ അവകാശം. ഭരണഘടനാപരമായ അവകാശം, അതാണ് ലാസ്റ്റ് വൺ. ദീസ് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതൊക്കെയാണ് നമുക്കുള്ള അവകാശങ്ങൾ. ടെക്സ്റ്റിലത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടി നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് പോയിന്റ് ആയി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏതൊക്കെയാ? നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. There are 7 rights. There are 7 fundamental rights. ഏതൊക്കെയാ? റൈറ്റ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി മീൻസ് എന്ത് ചെയ്യണം? എല്ലാവരും സമന്മാരാണ് അല്ലെ? വലിയ പണക്കാരനായ ഒരു തെറ്റ് ചെയ്താലും പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താലും എന്താണ്? ഈക്വൽ ആണ്. അതിന്റെ ശിക്ഷ ഈക്വൽ ആണ്. ഇനി പണമുള്ളവനും പാവപ്പെട്ടവനും ഒരുപോലെയാണ് അല്ലെ? ഇക്വാലിറ്റി വേണം. എല്ലാവരും നിയമത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സമന്മാരാണ്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ദാറ്റ് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി. ദെൻ റൈറ്റ് ടു ഫ്രീഡം. നമുക്ക് സ്വാതന്ത്ര്യം വേണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? എന്തിനും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നമുക്ക് വേണം. നമുക്ക് എപ്പോഴും കെട്ടിപ്പൂട്ടിയിടാൻ നമ്മളെ പറ്റില്ല. നമുക്ക് അവകാശം വേണം, ഫ്രീഡം വേണം. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണം ചെയ്യാൻ പാടുണ്ടോ നമ്മളെ? അതായത് ഒരു പണിയെടുപ്പിക്കുകയാണെങ്കിൽ 500 രൂപയുടെ പണിയെടുപ്പിക്കുന്നെങ്കിൽ പണിയെടുപ്പിച്ച് കൊല്ലാൻ പറ്റുമോ നമ്മളെ? അതിനൊരു കണക്കുണ്ട് അല്ലെ? രാവിലെ 8 മണി 8:30 പണിക്ക് വന്നാൽ 5 മണിയാകുമ്പോൾ പണി നിർത്തണം അല്ലെ? അല്ല 8:30 പണിക്ക് വന്ന് 12 മണി വരെ രാത്രി 12 മണി വരെ പണിയെടുപ്പിച്ച് അതേ കൂലി കൊടുക്കാൻ പറ്റുമോ? അതെന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അത് പാടുണ്ടോ? പാടില്ല. അതിന് വേണ്ടിയുള്ള അവകാശം, എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമ്മുടെ മതപരമായ അവകാശം. അതായത് അതാ ഞാൻ നേരത്തെ ഓൾറെഡി ഐ ടോൾഡ്. എന്ത്? നൗ വി
ആർ ഹിന്ദുസ് ഓർ വി ആർ മുസ്ലിംസ്, വി ആർ ക്രിസ്ത്യൻസ്, എന്തെങ്കിലും ആവട്ടെ. നമ്മൾ എന്താണോ ഇപ്പം അത് നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ തോന്നുകയാണ് നമുക്ക് മറ്റേ മതം അഡോപ്റ്റ് ചെയ്താലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അഡോപ്റ്റ് ഇറ്റ്. ദാറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. എന്താണ്? സാംസ്കാരികം, ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അതിനൊക്കെയുള്ള അവകാശം. അതുപോലെ വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവകാശം. നമുക്കിപ്പം എത്ര പഠിക്കണോ അത്രയും പഠിക്കാനുള്ള അവകാശം. ഇനി 10ാം ക്ലാസ് പഠിച്ചു നിർത്തണം എന്ന് ഒരാൾക്കും പറയാനുള്ള അധികാരമില്ല. ഇല്ല അല്ലെ? നമുക്ക് +2 പഠിക്കണം, +2 പഠിക്കാം. ഇനി അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകണോ? പോകാം. ഡോക്ടർ ആവണോ? ആകാം. ഇനി എഞ്ചിനീയർ ആണോ ആകേണ്ടത്? ആകാം. എത്ര വേണമെങ്കിലും പഠിക്കാനുള്ള അവകാശം. ദെൻ റൈറ്റ് ടു പ്രോപ്പർട്ടി. എന്താ? സ്വത്തിന് വേണ്ടിയുള്ള അവകാശം. നമ്മൾ പണിയെടുത്ത പൈസ നമുക്ക് എന്ത് ചെയ്യാം? സമ്പാദിക്കാം അല്ലെ? നമ്മൾ പണിയെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് സമ്പാദിക്കാം. അത് നമ്മളുടെ പ്രോപ്പർട്ടിയാണ്. അതിനു വേണ്ടിയുള്ള അവകാശം. നമുക്ക് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് കാലക്രമേണ നമുക്ക് കിട്ടേണ്ടതാണ്. അതിനുള്ള അവകാശമുണ്ട്. അപ്പൊ സ്വത്തിന് വേണ്ടിയുള്ള അവകാശം. നമ്മൾ പണിയെടുത്ത പൈസയൊക്കെ എന്ത് ചെയ്യണം? കളയാൻ പാടുണ്ടോ? ഇല്ല. അത് സൂക്ഷിക്കാനും സമ്പാദിക്കാനുമുള്ള അവകാശം നമുക്കുണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും നമുക്ക് ഉണ്ട് അല്ലെ? ദീസ് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. വൈറ്റ് ബോർഡ് ഷെയർ ചെയ്ത് നിർത്താം കേട്ടോ. സ്റ്റോപ്പ് ചെയ്യണേ. ഇത്രയും ചെയ്തോ? എഴുതിയെടുത്തില്ലേ? ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു നോക്ക്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഇനി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണെന്നറിയോ? പാർട്ട് 3 ഇത് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയിലാ വരുന്നത്? പാർട്ട് 3. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 4 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മറക്കരുത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 4 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എന്താ മോനെ ശ്രീവിഷ്ണു? പറഞ്ഞ മോനെ, ചോദിച്ചോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എനിക്ക് 5 കിട്ടിയുള്ളൂ, ബാക്കി 2 കിട്ടിയില്ല. 2 കിട്ടിയില്ല. ഏതാ കിട്ടാത്തെ? ആറാമത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി. ആറാമത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഓക്കേ. ഏഴാമത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാ വരുന്നത്? പാർട്ട് 3 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി പാർട്ട് 4 ഏതാ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മറക്കരുത് കേട്ടോ. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സും പാർട്ട് 3 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമാണ്. എന്തൊക്കെയാ ഡ്യൂട്ടീസ് നമുക്ക് ഉണ്ടാവുക? പറഞ്ഞേ. എന്തൊക്കെയാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? നമ്മളെ എന്തൊക്കെയാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? അപ്പം ഏകദേശം നമ്മുടെ ടൈം കഴിയാറായി. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പം 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വീണ്ടും ജോയിൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിരിക്കണം. ഞാൻ ചോദിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പൊളിറ്റിക്സ്. So I will ask which are the fundamental rights in next class. Okay, all of you study well. Okay, bye bye. You can take 10 minutes only. Okay.